മച്ചന്മാരെ ഞാൻ ദാ ഇപ്പൊ കണിയാപുരത്താണ് കേട്ടോ. എനിക്കിന്ന് ട്യൂഷൻ പോകണം. വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നടന്നാണ് ഞാൻ ഡിപ്പോ വരെ പോണത്. അങ്ങനെ അവിടെ നിന്നൊക്കെ ബസ് കയറി ഞാൻ പെട്ടെന്ന് തന്നെ ആറ്റിങ്ങ എത്തി. ഈ കാണുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് കണക്കിരിക്കുന്ന സ്ഥലം ഇതിനു മുമ്പ് അഴുക്കുചാലായിരുന്നു കേട്ടോ. ഇത് മുനിസിപ്പാലിറ്റിന്റെ ഒരു പദ്ധതി കാരണം ഇങ്ങനെ മണ്ണിട്ട് നിരത്തിയതാണ്. എന്റെ ട്യൂഷന്റെ ഈ സൈഡിലോട്ട് വന്ന് നിന്നാൽ നല്ല നല്ല കാഴ്ചകൾ കാണാം. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സാറന്മാരെ പുറത്താക്കിയുണ്ടല്ലോ മാത്സ് വിഷയം, അത് എനിക്ക് പഠിക്കാനില്ല. അങ്ങനെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇപ്പോൾ മുടി വെട്ടാൻ പോവുകയാണ്. എനിക്ക് മുടി വെട്ടാൻ മാത്രമായിട്ട് ഇതാ ഇത്രയും പേര് കടക്കകത്ത് വന്നിരിക്കുകയാണ്. ചെന്നൊരു 10 മിനിറ്റിൻ്റെ അകത്ത് തന്നെ എനിക്ക് അവിടെ സീറ്റ് കിട്ടി. ഇതാണ് മുടി വെട്ടുന്നതിന് മുമ്പുള്ള ലുക്ക്, ഇതാണ് മുടി വെട്ടിയതിന് ശേഷമുള്ള ലുക്ക്. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഞാൻ ദാ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ബസ്സിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഇവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റൂല. കണിയാപുരം ഡിപ്പോന്റെ ശോചനീയ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. അങ്ങനെ രാത്രിയായപ്പോൾ മെഡിക്കൽ സ്റ്റോർ പോകാനുള്ള ഒരു ആവശ്യം വന്നുകൊണ്ട് തന്നെ ഞാൻ ദാ ഇപ്പം നടന്നിങ്ങ് വന്നു. ചില സമയത്ത് അരമണിക്കൂറോളം ഗേറ്റ് അടച്ചിട്ടേക്കും. അപ്പോൾ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ ബ്ലോക്കാണ് ഇത്. കുറെ പേര് ചോദിച്ചു റൂമിന്റെ കാര്യങ്ങൾ എന്തായെന്ന്. പഴയ പടി തന്നെ, ഫണ്ടില്ലാത്തതുകൊണ്ട് ഇപ്പൊ റൂമിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല. ബട്ട് എനിക്ക് ബുധനാഴ്ച സ്ട്രിപ്പ് ലൈറ്റ് വരും, അന്ന് ഞാൻ കലക്കും. പിന്നെ കുറെ വാൾ സ്റ്റിക്കേഴ്സ് ഇനി കുറെ വരാണ്. പിന്നെ ഒരു കാര്യം, ഏതെങ്കിലും നല്ല ക്ലോത്തിങ് ഷോപ്പ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും മെസ്സേജ് അയക്കുക, എനിക്ക് വന്ന് ഡ്രസ്സ് എടുക്കാനാണ്.